ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഋതുവിൻ്റെ സ്കൂളിൽ PTM ആയിരുന്നു. നമുക്ക് കിട്ടിയ സമയം 10 മണി മുതൽ 11 മണി വരെ ആയിരുന്നു. ഇവർക്ക് റോൾ നമ്പർ വൈസാണ് കേട്ടോ ടൈം തരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ സമയത്ത് തന്നെ എത്തി. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു PTM അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. ഋഷിക്കുട്ടൻ്റെ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് അവൻ്റെ ഡെലിവറിയും എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് കേട്ടോ ഒന്ന് വരാൻ പറ്റുന്നത്. ഓരോ പ്രാവശ്യം PTMന് വരണം വിചാരിക്കുക, ആ സമയത്ത് കറക്റ്റായിട്ട് തന്നെ അവന് ജലദോഷമോ പനിയോ എന്തെങ്കിലും ഉണ്ടാവും, അപ്പോൾ വരാൻ പറ്റില്ല കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും എല്ലാവരും കൂടി തന്നെ PTMന് വരാൻ പറ്റി. ഋതു അച്ഛൻ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അവൻ്റെ അനിയനെയും കൊണ്ട് PTMന് വരാൻ പറ്റി. ക്ലാസ് ടീച്ചർക്കും അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനത്തെ ദിവസമാണല്ലോ അനിയനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസരം കിട്ടുന്നത്. പിന്നെ നമ്മൾ മാമിനെ കണ്ടു, റിപ്പോർട്ട് കാർഡൊക്കെ വാങ്ങിച്ചു. കുഴപ്പമില്ല, അവൻ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി അവൻ 6th ഇന്നത്തെ ദിവസം തന്നെയാണ് കേട്ടോ അവരുടെ ക്ലാസ് ഫോട്ടോഗ്രാഫും തന്നത്. പിന്നെ അവൻ എനിക്ക് 5th ക്ലാസ്സൊക്കെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഋഷിക്കുട്ടന് 1 വയസ്സായ സമയത്തായിരുന്നു ഋതുവിന് അക്കാദമിക് എക്സലൻസ് അവാർഡിൻ്റെ ഒരു സെറിമണി ഉണ്ടായിരുന്നു. അതിനു വേണ്ടി നമ്മളെല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇപ്പോഴാണ് കേട്ടോ വരാൻ പറ്റുന്നത്. അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക്. അങ്ങനെ ഋതുവിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവരുടെ സ്കൂളിൽ ഇതുപോലെ ഒരു എയറോപ്ലെയിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോഴേക്കും ഋഷിക്കുട്ടനെ ചോട്ടിക്ക് ഇറങ്ങാൻ വേണ്ടി ധൃതി പിടിക്കാൻ തുടങ്ങി. എന്നെ കുറച്ച് നേരം അവനെ അവിടെ നടത്തിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏട്ടൻ്റെ കൂടെ ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്ത് അവിടെ നടക്കുന്നുണ്ട്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. എന്നാലും ഇവിടെ വന്ന് കുറച്ച് നേരമായല്ലോ, കുറച്ച് വിശപ്പൊക്കെ തോന്നിയപ്പോൾ അവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഓരോ സമൂസയൊക്കെ വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞ് മെല്ലെ നമ്മൾ വീട്ടിലോട്ട് പോന്നു. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.